ദ ബോയ്സിന്റെ 5th സീസൺ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഒരു 7 വർഷത്തെ യാത്രയാണ് അവസാനിച്ചിട്ടുള്ളത്. ശരിക്കും ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു സീരീസ് തന്നെയാണ് ദ ബോയ്സ്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഡെലിറ്റ് ചെയ്ത് കളഞ്ഞൊരു സീരീസ് ആയിരുന്നു. അതിനുശേഷം ഒന്ന് കണ്ടു തുടങ്ങി, പിന്നീട് അങ്ങോട്ടേക്ക് ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. ഈ ഒരു ഫീലായിരുന്നു ഈ ഒരു സീരീസ് തന്നിട്ടുള്ളത്. ആൻഡ് ഹോംലാൻഡർ ആൻഡ് വില്യം ബുച്ചർ ഇങ്ങനെയുള്ള ഈ രണ്ട് ക്യാരക്ടേഴ്സും മനസ്സിലൊരു കയറിപ്പറ്റലുണ്ടായിരുന്നു. അമ്മാതിരി പീക്ക് പെർഫോമൻസ് ഒക്കെ ഒരു ആക്ടേഴ്സിന് സാധിക്കുമോ എന്ന് നമുക്ക് ചോദിച്ചു പോകുന്ന ചില പെർഫോമൻസ് ഉണ്ട് ഈ സീരീസിൽ. ഇതിന്റെ 5th സീസൺ അത്യാവശ്യം ഡിസപ്പോയിൻമെന്റും ഒരു ആവറേജ് എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോയിരുന്ന ഒരു 8 എപ്പിസോഡുകളായിരുന്നു. പക്ഷേ ഇതിന്റെ ഫസ്റ്റ് തൊട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് കൊണ്ടുപോയിട്ടുള്ളൊരു ത്രൂ ഔട്ട് ലെഗസി ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ കാണാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇട്ടിട്ട് കണ്ടു തുടങ്ങുക. യു വിൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ്. സോ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക.